ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, കാരണം ഇതുണ്ടാക്കുന്ന സമയം രാത്രി 12 മണിയാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രാവിലെ ഒരു ചെറിയൊരു ട്രിപ്പ് പോകാനുണ്ട്. ഞങ്ങളുടെ തണ്ടുപാറക്കൽ ഫാമിലിയുടെ ഒരു ആദ്യത്തെ ട്രിപ്പാണെന്ന് തന്നെ പറയാം കേട്ടോ. ഉണ്ണിയപ്പം ഞാനല്ല കേട്ടോ ഉണ്ടാക്കിയത്, താത്താൻ്റെ വകയാണ്. അങ്ങനെ രാവിലെ 6 മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ചെട്ടിയാറമ്മെന്നാണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോരുത്തർ വരാൻ തുടങ്ങി. 5:30 എന്നൊക്കെ ആയിരുന്നു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാവരും വന്ന് തുടങ്ങിയപ്പോഴേക്ക് 6 മണി 6:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. തണ്ടുപാറക്കൽ ഫാമിലിയുടെ ആദ്യത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പായിരുന്നു ഇത്. അങ്ങനെ എല്ലാവരും വന്നതിന് ശേഷം ഒരു 6:30 മണിയായിരിക്കണം കേട്ടോ. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കയറി കുറച്ച് കഴിഞ്ഞ പാടെ പാട്ടും ഡാൻസൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാട്ട് അമ്മായിൻ്റെ മക്കളായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദൂരം പോയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പൊറാട്ടയും പിന്നെ അതുപോലെ ചപ്പാത്തിയും പത്തിരി ഉണ്ടായിരുന്നു. അതിലേക്ക് ചിക്കൻ കറി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഒരു ഒഴിഞ്ഞ ഗ്രൗണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഇതുപോലെ ഇങ്ങനെ ബൊഫയായിട്ട് കഴിക്കുമായിരുന്നു, കാരണം ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നു. ടൂർ പ്ലാൻ ചെയ്ത അന്ന് മുതൽ നല്ല കാറ്റും മഴയായിരുന്നു കേട്ടോ നാട്ടിൽ. അതുകൊണ്ട് തന്നെ ടൂർ മോചും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. പോണോ പോണ്ടേ, നല്ല മഴയാണ്, കുടുങ്ങും, എന്താ ചെയ്യുക എന്നുള്ള സംശയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തായാലും ടൂറിൻ്റെ 2 ദിവസം മുന്നേ ആയിരുന്നു കേട്ടോ നല്ലൊരു കാലാവസ്ഥ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ നന്നായിട്ട് കാർമേഘമൊക്കെ മൂടി കിടക്കുന്നുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, നല്ല വെയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ കൊല്ലങ്കോടാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ആ ഒരു സ്ഥലം മാത്രമേ കാണാനുള്ളൂ. നല്ല വെയിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് അങ്ങോട്ട് പോയ വെള്ളച്ചാട്ടം ഉണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ അത്യാവശ്യം നടക്കണം. ഞങ്ങളുടെ കൂടെ അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നടക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടും ഒക്കെ ആയതുകൊണ്ട്, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവരെയും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക് തന്നെയാണ്. എൻ്റെ മോനൊന്നും മേത്തുനിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം എല്ലാവരെയും കണ്ടിട്ട് അവന് ഭയങ്കര കച്ചറായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടമായിരുന്നു കേട്ടോ, കാരണം അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ടൂറ്. എൻ്റെ മോന പിറ്റേന്ന് മുതൽ നല്ല പനിയായിരുന്നു, അതുകൊണ്ട് അവനും തന്നെ ആളും ഓക്കെ ആയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കൊല്ലങ്കോട് അവിടെ ഇറങ്ങി അതേപോലെ ഇങ്ങോട്ട് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ പോയിട്ടുള്ളത് പാലക്കാട് ഫോർട്ടിലേക്കാണ് കേട്ടോ. അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം ഞങ്ങൾ എല്ലാം ചുറ്റി കണ്ടത് അവിടെ നിന്നാണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴും നല്ലൊരു കാലാവസ്ഥ. ഏത് കാലാവസ്ഥയാണെങ്കിലും നമ്മളെല്ലാവരും രണ്ടിനായാലും എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടെത്തുന്നവരാണല്ലേ. കാരണം മഴയായപ്പോൾ എങ്ങനെയെങ്കിലും മഴ മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ടൂറിൻ്റെ സമയത്ത് എന്ന് ചിന്തിച്ചിട്ടുള്ളവരാണ് കേട്ടോ ഒട്ടുമിക്ക ആൾക്കാരും. പക്ഷേ അവിടെ എത്തിയപ്പോൾ കൊല്ലങ്കോട് എത്തിയപ്പോൾ നല്ല കണ്ടപ്പോഴേ അവിടെ വെയിലും കൊണ്ട് നടക്കണ്ടേ എന്നുള്ള ചിന്തയായി കേട്ടോ. അപ്പോൾ ഒന്ന് വിചാരിച്ചു എന്നാൽ ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന്. സത്യം പറഞ്ഞാൽ ഇത് മഴ വേണോ വെയിൽ വേണോ എന്നുള്ളത് നമുക്ക് തന്നെ സംശയമാണല്ലേ. മഴ പെയ്താൽ പറയും നമ്മൾ വെയിൽ വേണമെന്ന്, വെയിൽ വന്നാൽ പറയും നമ്മൾ മഴ ആയിരുന്നെങ്കിൽ എന്നല്ലേ. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്ന ഈ സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ നേരം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഫോർട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടോ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ആണുങ്ങൾ മാത്രമായിട്ടും പിന്നെ പെണ്ണുങ്ങളും പിന്നെ കപ്പിൾസായിട്ടും പിന്നെ കുട്ടികൾ, അങ്ങനെ ഒരുപാട്. ആ സമയത്തൊക്കെ ഇവിടെ 2 ബ്രദേഴ്സ് തമ്മിൽ നല്ല കളിയിലായിരുന്നു കേട്ടോ. ഇവിടെ എത്തിയതിനു ശേഷമാണ് പിന്നെ കുറച്ചൊന്ന് ഓക്കെ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല ഭംഗിയുള്ളൊരു മരം ഉണ്ടായിരുന്നു, ആ മരത്തുമ്മലായിരുന്നു അധികം ഫോട്ടോഷൂട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മലമ്പുഴക്കാട്ടോ പോയിട്ടുള്ളത്. മലമ്പുഴ ഇറങ്ങുന്നതിന് മുന്നേ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ എത്തിയപ്പോൾ നല്ലൊരു കാലാവസ്ഥ കേട്ടോ, കാരണം മഴയില്ല വെയിലുമില്ല. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല മഴ പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തണുപ്പും അങ്ങനത്തെ ഒരു ചെറിയൊരു കാലാവസ്ഥ, ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സുഖത്തിൽ നല്ലൊരു ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പിന്നെ മലമ്പുഴക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്തും ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും റെയിൻകോട്ടും കൊടയൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥൻ്റെ അനുസരിച്ചിട്ട് എല്ലാവരും റെയിൻകോട്ടും കൊടയൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ മലമ്പുഴ എത്തുന്നത് വരെ ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മലമ്പുഴ എത്തിയതിന് ശേഷം ഞങ്ങളവിടെ എത്തുന്നതിന് മുന്നെയാണ് നല്ലൊരു മഴ പെയ്ത് ചോർന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞങ്ങളവിടെ എത്തിയപ്പോൾ മഴയില്ല വെയിലുമില്ല, എന്നാലും ചെറിയൊരു ചാറ്റിലുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ റെയിൻകോട്ടൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നേരെ പിന്നെ ഞങ്ങൾ ചെന്നിട്ടുള്ളത് മലമ്പുഴ ഗാർഡനിലേക്കാണ് കേട്ടോ. അതൊരു ലോകം തന്നെയാണ്. അതവിടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തുള്ള ലോകമൊന്നും അറിയില്ല എന്ന് പറഞ്ഞ പോലെ കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നുണ്ട്.
സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെ ഐസ്ക്രീമും കാര്യങ്ങളും കുട്ടികൾക്ക് പറ്റിയ ഒട്ടുമിക്ക സ്നാക്സ് ഐറ്റംസ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ തന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റോപ്പ് വേയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ മോന് ആൾ ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ റോപ്പ് വേയിലും അതുപോലെ കുറേ അങ്ങോട്ട് നടക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവനെയും കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ടൂറ് സത്യത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മോന് ഒന്നാമത് 2 ദിവസം മുന്നേ നല്ല പനിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ടൂർ മൂഞ്ചും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കേട്ടോ ഞാൻ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചിറാപൂഞ്ചി റീൽസൊക്കെ എടുത്തിട്ട് ആ സമയത്ത് മോനെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു റീൽസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. വേറെ ഒരുപാട് കസിൻസ് റീൽസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. എന്തായാലും ഈ ഒരു ചെറിയൊരു സമയം മാക്സിമം ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ ഒരു ദിവസവും ഇങ്ങനെ ഒരു സമയവും പിന്നെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും അല്ലേ. അതിന് അടുത്തൊരു ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് ഇതുപോലെ ഒരുപാട് പ്ലാനിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഓക്കെ ആയിട്ട് വേണ്ടേ. അങ്ങനെ എല്ലാ വിസിറ്റിങ്ങും കഴിഞ്ഞ് നേരെ ഞങ്ങൾ വണ്ടിയിൽ കയറുമ്പോഴും എല്ലാവരും ഡബിൾ സ്ട്രോങ് തന്നെ ആയിരുന്നു കേട്ടോ. ആർക്കും ഒട്ടും ടയർഡ്നെസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല രീതിയിൽ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഫുൾ എൻജോയ്മെൻ്റ് തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. രാത്രി ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഹോട്ടലിൽ പോയി കഴിക്കണം എന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉച്ചക്കത്തെ ചിക്കൻ ബിരിയാണി തന്നെ അത്യാവശ്യം നന്നായിട്ട് ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ ചിക്കൻ കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് ബൈക്ക് പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ചിക്കനൊക്കെ ഞങ്ങൾക്ക് വേണ്ടി 11 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഷോപ്പ് അടവായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് അവർ ചിക്കനൊക്കെ കൊടുന്ന് പൊരിച്ച് നല്ല കടായി പോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് നേരം ഞങ്ങൾ അവിടെ പോസ്റ്റായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ തന്നെ ഏകദേശം 12 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ആ ഭക്ഷണം കഴിച്ചിട്ടും എല്ലാവരും വീണ്ടും ഫുൾ ഓൺ തന്നെയായിരുന്നു. ആരും ടയർഡ്നെസ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ രാവിലെ തുടങ്ങിയിട്ട് രാത്രി 12 മണി വരെ എല്ലാവരും ഫുൾ ഓൺ തന്നെ ആയിരുന്നു കേട്ടോ. ചെറിയ മക്കളൊക്കെ 12 മണിയൊക്കെ ആയപ്പോഴേക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി എല്ലാവരും ഇതുപോലെ ഫുൾ ഓൺ തന്നെയായിരുന്നു. ഇത് ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ടൂറായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഹാപ്പിയിലും എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം. ഞങ്ങൾ തണ്ടുപാറയ്ക്കൽ ഫാമിലി ഫുൾ ഇതിലില്ല കേട്ടോ. കാരണം പകുതിയേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരും കൂടുകയാണെങ്കിൽ ഒരു ബസ് എന്തായാലും തികയില്ല. ഒരുപാട് ഫാമിലിക്ക് ഈ ഒരു ടൂറിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പേർക്ക് ഓരോ സാഹചര്യങ്ങളായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ടൂറിൽ ഞങ്ങൾ 2 വണ്ടിക്കായിട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെയാണ് കേട്ടോ ഈ ഒരു ടൂർ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും, ഒരു വർഷം എന്ന് ഞാൻ പറയുന്നില്ല, 2 വർഷത്തിലൊരിക്കലെങ്കിലും ഇതുപോലൊരു ട്രിപ്പൊക്കെ പോകുന്നത് നല്ലതായിരിക്കും അല്ലേ. ഇനി ട്രിപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ. ചെറിയൊരു ഗെറ്റ് ടുഗദർ, ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഞങ്ങളിപ്പോൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതുപോലെ ട്രിപ്പ് ഇനിയും പോകണം എന്നാണ് കേട്ടോ എല്ലാവരുടെയും ആഗ്രഹം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ആ ഒരു ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത് ആർക്കൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഫാമിലി ഗെറ്റ് ടുഗദറിൻ്റെ പോലെ വേറൊരു എൻജോയ്മെൻറ്റ് വേറെ ഇല്ലെന്നേ.